ഇപ്പോഴിതാ ചൈനയ്ക്കും പാകിസ്ഥാനും UN-ൽ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്ക. കാരണം അമേരിക്ക UK-യും ഫ്രാൻസും പാകിസ്ഥാനെയും ചൈനയെയും അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിൽ നിന്ന് തടഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമിയെയും പാകിസ്ഥാനിൽ സജീവമായ ഒരു വിമത സംഘടനയായിട്ടുള്ള മജീദ് ബ്രിഗേഡിനെയും ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധ പട്ടിക 1267-ൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം അമേരിക്ക വീറ്റോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ഇതിനു പുറമെ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഈ നിർദ്ദേശത്തെ എതിർത്തു. അതിനാൽ ഈ നിർദ്ദേശം റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകളുമുണ്ട്. സാങ്ഷൻ കമ്മിറ്റി 1267 ബലൂച്ച് ലിബറേഷൻ ആർമിയും മജീദ് ബ്രിഗേഡിനെയും ചേർക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. വാസ്തവത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധ സമിതി പ്രമേയം 1267 പ്രകാരം അൽ ഖ്വയ്ദയുമായും ഇസ്ലാമിക് സ്റ്റേറ്റുമായും ബന്ധമുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത്തരം സംഘടനകളുടെ സ്വത്തുക്കൾ ലോകമെമ്പാടും കണ്ടുകെട്ടാവുന്നതാണ്. ഈ വിഷയത്തിൽ ബലൂച്ച് ലിബറേഷൻ ആർമിക്കും അവരുടെ ആത്മഹത്യാ സ്ക്വാഡ് മജീദ് ബ്രിഗേഡിനും അൽ ഖ്വയ്ദയുമായോ ഇസ്ലാമിക് സ്റ്റേറ്റുമായോ യാതൊരു ബന്ധവുമില്ലെന്നും അതിനാൽ അവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും US-ഉം ഫ്രാൻസും ബ്രിട്ടനും പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അൽ ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ്, തെഹ്രീക്ക് താലിബാൻ, ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ്, ബലൂച്ച് ലിബറേഷൻ ആർമി, മജീദ് ബ്രിഗേഡ് എന്നിവയിൽ 60-ലധികം ഒളിത്താവളങ്ങൾ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് ബുധനാഴ്ച അവകാശപ്പെട്ടു. എന്നാൽ ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ നിരോധനത്തെ നിരസിക്കുകയായിരുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് അൽ ഖ്വയ്ദയുമായോ ഇസ്ലാമിക് സ്റ്റേറ്റുമായോ യാതൊരു ബന്ധവുമില്ലെന്നും അതിനാൽ അതിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും US വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. എന്തായാലും എന്തുകൊണ്ടായിരിക്കും അമേരിക്ക ബലൂച്ച് ലിബറേഷൻ ആർമിയെ അവരൊരു ഭീകര സംഘടനയുടെ ആ ഒരു ഉപരോധ പട്ടികയിൽപ്പെടുത്താത്തത് എന്നുള്ളൊരു ചോദ്യത്തിന് പാകിസ്ഥാൻ ചൈനയോടുള്ള അടുപ്പമാണ് അതിന് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയോടുള്ള അടുപ്പം കാരണം പാകിസ്ഥാന് ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പുറത്തെ സൈഡിൽ വേണം എന്ന് അമേരിക്ക കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.